friends, welcome to my channel. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യയ്ക്ക് ഒഴിച്ചുകൂട്ടാൻ കഴിയാത്ത ഓലന്റെ റെസിപ്പിയാണ്. ഓലന്റെ പ്രത്യേകത എല്ലാം ബാലൻസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അധികം എരിവോ പുളിവോ മധുരമോ ഇല്ലാത്ത ഒരു ഡിഷാണ്. സാധാരണ സദ്യയിൽ ഒരുപാട് കറികൾ ഉണ്ടാകുമല്ലോ. അതിൻ്റെ എല്ലാം ടേസ്റ്റ് അറിയാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഡിഷാണ് ഓലൻ. അതുകൊണ്ടാണ് ഓലൻ സദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഡിഷായത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ ഓലനാണ്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പിടി ചുമന്ന വൻപയറാണ്. വൻപയർ രണ്ട് ടൈപ്പിലുണ്ട്, വെള്ള വൻപയറും ചുമന്ന വൻപയറും. ചുമന്ന വൻപയർ തന്നെ ഓലൻ തയ്യാറാക്കാൻ എടുക്കണം, അതിനാണ് ടേസ്റ്റ് ഉള്ളത്. ഇനി നമുക്ക് ആവശ്യമായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാമോളം കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ നമുക്ക് നല്ലതുപോലെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇളയ കുമ്പളങ്ങ എടുക്കാനായി ശ്രമിക്കണം. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് കുറച്ച് മൂത്തതാണ്. ഇളയ കുമ്പളങ്ങ എടുക്കുമ്പോഴാണ് നമ്മുടെ ഓലന് നല്ല ടേസ്റ്റ് കിട്ടുക. നമ്മുടെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു കറിയാണ് ഓലൻ. ആദ്യം നമുക്കിതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യണം. ഇതുപോലൊരു മീഡിയം സൈസിലാണ് ഞാൻ കുമ്പളങ്ങ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മൾ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് വലിപ്പം കൂടിയാലും കുഴപ്പമില്ല. സദ്യയിൽ നമ്മൾ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കറിയാണ് ഓലൻ. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുക്കറിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന വൻപയറിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്ന ശേഷം കുക്കർ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. പയർ ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7 പച്ചമുളകാണ്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ ഈ കറിയിൽ വേറെ മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല. ആവശ്യത്തിന് വെള്ളമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ കൂടി വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറി ലീഫ് കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വറ്റി വരുമ്പം നമുക്കിതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2ാം പാൽ എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങയുടെ 2ാം പാലാണ്. ഒരു അര ഗ്ലാസോളം 2ാം പാൽ എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. 2ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുക്കർ അടച്ച് വെക്കരുത്. അടച്ച് വെച്ചാൽ നമ്മുടെ പാല് പിരിഞ്ഞു പോകും. തുറന്ന് വെച്ച് തന്നെ നമുക്കിതൊന്ന് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 2ാം പാൽ ഒഴിച്ച് ഓലനൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ കൂടെ ആവശ്യമുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈപ്പാൽ അല്ലെങ്കിൽ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസോളം 1ാം പാൽ എടുത്തിട്ടുണ്ട്. അതുകൂടി ഒഴിച്ചു കൊടുത്ത് ഒരു ചെറുതായി ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുതായി തിള വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഓലൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ. പ്ലീസ് ഡു സബ്സ്ക്രിപ്ഷൻ ടു. താങ്ക് യു.